Dear students, our first chapter is projection. This chapter containing what are the terms in our chapter? Projection of points, projection of lines, projection of lamina, projection of solids. These are our main topic included in this chapter. What do you mean by a projection? Projection is a process of sticking an image of a three-dimensionally placed figure into two-dimensionally on its corresponding planes. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് ചെയ്യുക, ഒരു ഇമേജ് സ്റ്റിക്ക് ചെയ്യുക, ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് അതിൻ്റെ കറസ്പോണ്ടിങ് പ്ലെയിനിൽ സ്റ്റിക്ക് ചെയ്യുക. ആ ഒബ്ജക്റ്റ് 3 ഡയമെൻഷനിലായിരിക്കും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതിൻ്റെ ഡയമെൻഷൻ 2 ഡയമെൻഷനിലായിരിക്കും. ഇതാണ് പ്രൊജക്ഷൻ എന്ന് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു മീഡിയ വേണം. ആ മീഡിയ എന്ന് പറയുന്നത് ഇതാ ഇതുപോലത്തെ ഒരു വൈറ്റ് പേപ്പർ. ഇപ്പോൾ ഈ വൈറ്റ് പേപ്പർ ഞാൻ വെച്ചിരിക്കുന്നത് ഈ ഗ്രൗണ്ട് സർഫേസിന്, ഇതാണ് ഗ്രൗണ്ട് സർഫേസ് എങ്കിൽ ഈ ഗ്രൗണ്ട് സർഫേസിന് 90 ഡിഗ്രിയിലാണ് ഇതിൻ്റെ ഈ വെർട്ടിക്കൽ എഡ്ജ് നിൽക്കുന്നത്, അല്ലേ? ഈ വെർട്ടിക്കൽ എഡ്ജ് നിൽക്കുന്നത് ഈ ഗ്രൗണ്ട് സർഫേസിന് 90 ഡിഗ്രിയിലാണ്. ഗ്രൗണ്ട് സർഫേസിന് 90 ഡിഗ്രിയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ സർഫേസിനെ പറയുന്ന പേരാണ് വെർട്ടിക്കൽ പ്ലെയിൻ. വെർട്ടിക്കൽ പ്ലെയിൻ. അതുപോലെ തന്നെ അനദർ പ്ലെയിൻ ഈസ് ദിസ് വൺ. ദിസ് ഈസ് കോൾഡ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. എന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ട് സർഫേസിന് പാരലലാണ്. ഇതാണ് ഗ്രൗണ്ട് എങ്കിൽ അതിന് പാരലാണ് ഈ എഡ്ജ്. അപ്പോൾ ഇതൊരു സർഫേസ് ആണ്, ഇതൊരു സർഫേസ് ആണ്. ഈ സർഫേസിന് ഒരു ഏരിയ ഉണ്ട്, അല്ലേ? ഈ ഏരിയ വെച്ചിരിക്കുന്നത്, ഈ സർഫേസ് വെച്ചിരിക്കുന്നത് പ്ലെയിൻ സർഫേസ് ആണ്. അത് ഈ ഗ്രൗണ്ട് സർഫേസിന് പാരലാണ്. ഇതാ ഈ ഗ്രൗണ്ട് സർഫേസിന്റെ എഡ്ജ് ഇതാണെങ്കിൽ അതിന് പാരലാണ് ഈ എഡ്ജ്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇതിന്റെ എഡ്ജ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എഡ്ജ് ഒരു ലൈനായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇതിന്റെ എഡ്ജ് ഒരു ലൈനായിട്ടേ കാണാനായിട്ട് പറ്റുള്ളൂ. ഇതിന്റെ എഡ്ജ് ഒരു ലൈനായിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ എഡ്ജ് ലൈനായിട്ട് കാണുന്നതുകൊണ്ടിട്ട് ഇത് നമുക്ക് ലൈനായിട്ട് എടുക്കാം. ഈ ലൈൻ നമുക്ക് പറയാം ഹൊറിസോണ്ടൽ ലൈൻ. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ എ ലൈൻ വിച്ച് ഈസ് ഫിക്സഡ് പാരൽ ടു ദി ഗ്രൗണ്ട് സർഫേസ്. ഗ്രൗണ്ട് സർഫേസിന് പാരൽ ആയിട്ടുള്ള ലൈനെ പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ ലൈൻ. ഇനി നമ്മൾ നേരത്തെ ഫസ്റ്റ് ടൈമിൽ ഇങ്ങനെയാണ് പേപ്പർ വെച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് പേപ്പർ വെച്ചത്, അല്ലേ? ഇങ്ങനെയല്ലേ പേപ്പർ വെച്ചത്? ഇതാ ഇങ്ങനെയാണ് പേപ്പർ വെച്ചത്. അല്ലെങ്കിൽ ഇങ്ങനെ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും അത് വെർട്ടിക്കലാണ്, വെർട്ടിക്കൽ പ്ലെയിൻ തന്നെയാണ്. ഇങ്ങനെ വെച്ചാലും അത്, ഇങ്ങനെ വെച്ചാലും വെർട്ടിക്കൽ പ്ലെയിൻ തന്നെയാണ്. ഇങ്ങനെയാണ് വെക്കണമെങ്കിൽ ഇതാ നമുക്കൊരു ലൈൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ കാണുന്ന ലൈനേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കുന്ന ആൾക്ക് ഒരു ലൈൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ ലൈൻ പെർപെൻഡിക്കുലർ ലൈനാണ്. എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലൈൻ വിച്ച് ഈസ് ഫിക്സഡ് പെർപെൻഡിക്കുലർ ടു ദ ഗ്രൗണ്ട് സർഫേസ്. ലൈൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഗ്രൗണ്ട് സർഫേസ് ഈസ് കോൾഡ് വെർട്ടിക്കൽ ലൈൻ. ദിസ് ഈസ് കേസ് ഓഫ് ലൈൻ. This is vertical line, this edge is vertical line, and similarly this edge is horizontal line. If it have a surface, then it is called plane. A closed rectangular section having a surface, then this plane is fixed horizontally to the ground surface. We can say that this is horizontal plane. Whereas this plane is fixed perpendicular to the ground surface, then it is called horizontal. It is vertical plane. It is a four-bounded closed surface having a surface. That surface is fixed perpendicular to the ground surface. What do you mean by perpendicular? It means 90 degree. 90 degree. These are vertical planes.
In our engineering drawing projection, we need two important terms, that is horizontal plane and vertical plane. Horizontal plane and vertical plane. Same way, we need a vertical line and horizontal line. What do you mean by vertical line? A line which is fixed perpendicular to the ground is called vertical line. What do you mean by horizontal line? A line which is fixed parallel to the ground surface is called horizontal line. This is short form is called VL. This short form is called HL. Same way, a four-sided closed figure having a surface, that surface fixed parallel to the ground surface is called horizontal plane. If the same surface is fixed perpendicular to the ground surface or 90 degree to the ground surface, then it is called vertical plane. We have another important term in our projection, that is called profile plane. Profile plane. Its name is profile plane. This is also vertical plane, but it have a speciality. What is the speciality? It is a vertical plane, but this plane is mutually perpendicular to the vertical plane and the horizontal plane. Now I am drawing a physical shape of horizontal and vertical plane. This is vertical plane, this is horizontal plane. This shaded portion is called profile plane. That means it is a vertical plane. That vertical plane fixed mutually perpendicular to the vertical and horizontal plane. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് horizontal plane ആണ്. നെക്സ്റ്റ് ഇത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. ഇനി മൂന്നാമതൊരു സർഫേസ് ഉണ്ടെങ്കിൽ അത് പ്രൊഫൈൽ പ്ലെയിൻ ആണ്. അത് എങ്ങനെയായിരിക്കും നിൽക്കുന്നത്? ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത്. ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും പെർപെൻഡിക്കുലറിലാണ് എന്ത് നിൽക്കുന്നത്? ഈ പ്ലെയിൻ നിൽക്കുന്നത്. അപ്പോൾ രണ്ടിനും മ്യൂച്വലായിട്ട് പെർപെൻഡിക്കുലർ ഫിക്സ് ചെയ്തിട്ടുള്ള പ്ലെയിനെയാണ് പ്രൊഫൈൽ പ്ലെയിൻ അഥവാ PP എന്ന് പറയുന്നത്. ഇനി അത് തന്നെ ഇവിടെ നിന്നാലും രണ്ടിനും എന്താണ്? ഹൊറിസോണ്ടൽ പ്ലെയിനിന് 90 ഡിഗ്രി ആണ്, വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആയിട്ട് നിൽക്കുന്നത്. ഇതിനെയും നമ്മൾ എന്തെന്ന് പറയും? പ്രൊഫൈൽ പ്ലെയിൻ എന്ന് പറയും. അപ്പോൾ പ്രൊഫൈൽ പ്ലെയിൻ മൂന്നാമത്തെ പ്ലെയിൻ ആണ് പ്രൊഫൈൽ പ്ലെയിൻ. അത് ഈ ഷെയ്ഡഡ് പോർഷനിൽ കാട്ടിയിട്ടുണ്ട്, പ്രൊഫൈൽ പ്ലെയിൻ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇപ്പോൾ നമ്മൾ ചാപ്റ്റർ കണ്ടെയ്നിങ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് എന്താണെന്ന്, പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ഉണ്ട്, പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ഉണ്ട്, പ്രൊജക്ഷൻ ഓഫ് ലാമിൻസ് ഉണ്ട്, പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് ഉണ്ട്. എന്താണ് വാട്ട് യു മീൻ ബൈ പ്രൊജക്ഷൻ? Projection is a process of seeking an image of three-dimensional figure. What do you mean by three-dimensional figure? This is called a three-dimensional figure. This is called a three-dimensional figure. When an observer looking this figure, he has definitely see its height, length, width at a time. അതായത് സുഖമായിട്ട് ഇതിന് നീളം എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അതുപോലെ തന്നെ വീതി എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, ഉയരം എത്രയെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് 3-dimensional ഫിഗർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റ് 2-dimensionally ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ 3 പ്ലെയിൻ, ഏതൊക്കെയാണ് പ്ലെയിൻ? ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്, വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ട്, പ്രൊഫൈൽ പ്ലെയിൻ ഉണ്ട്. ഈ പ്ലെയിനിലേക്ക് ഇതിൻ്റെ വ്യൂസ് ഇത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂസ് ഇങ്ങനെ ഈ റെക്ടാങ്കുലർ പീസ്, ഈ റെക്ടാങ്കുലർ പീസ്, അതുപോലെ തന്നെ മോളിൽ നോക്കുമ്പോൾ കാണുന്ന ഷേപ്പ് ഇത്, സൈഡിൽ നോക്കിയാൽ ഇതാണ് കാണുള്ളൂ. ഇങ്ങനെ ഈ ഒബ്ജക്റ്റിന് കറക്റ്റായിട്ട് ഇതിപ്പോൾ 3-dimensional ഫിഗർ ആണ്. ആ 3-dimensional ഫിഗറിന് 2-dimensional ആയിട്ട് ഇപ്പോൾ ഇത് ഇങ്ങനെ പതിപ്പിച്ച് കഴിഞ്ഞാൽ ഇതെന്താ? ഒരു റെക്ടാങ്കുലർ ഷേപ്പാണ്. റെക്ടാങ്കുലർ ഷേപ്പിന് ലെങ്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, അത്ര മാത്രമേ കാണാൻ പറ്റുള്ളൂ. മേളിൽ നോക്കിക്കഴിഞ്ഞാലോ വിഡ്ത്ത് ഉണ്ട്, ലെങ്ത് ഉണ്ട്. സൈഡിൽ നോക്കിയാലോ ഹൈറ്റ് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്. അപ്പോൾ അറ്റ് എ ടൈമിൽ 2 ഡയമെൻഷനെ കാണുന്നുള്ളൂ, 2 ഡയമെൻഷനെ വ്യൂവർക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ.
അപ്പോൾ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിന് 2 ഡയമെൻഷനലി ആയിട്ട് ഏതെങ്കിലും ഒരു കറസ്പോണ്ടിങ് സർഫേസിൽ വെർട്ടിക്കൽ പ്ലെയിനിലോ ഹൊറിസോണ്ടൽ പ്ലെയിനിലോ പ്രൊഫൈൽ പ്ലെയിനിലോ പതിപ്പിക്കുന്നതിനെയാണെന്ന് പറയുന്നത് നമ്മൾ പ്രൊജക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്.